എനിക്ക് ഇങ്ങോട്ട് പെട്ടെന്നായിരുന്നു വന്നതുകൊണ്ട് എനിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ നേരത്തെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചത് എനിക്കിങ്ങനെ ചീകി ഇതൊന്നും കളയാൻ എക്സ്റ്റൻഷൻ വെച്ചോണ്ടൊന്നും പറ്റുന്നില്ല. അപ്പൊ എനിക്ക് നാട്ടിൽ തന്നെ പോകണം, എന്നാൽ അല്ലെങ്കിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞു അത് എടുത്ത് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ആർക്കും ഉണ്ടാവരുത്, എന്നെ നാട്ടിൽ വിടാൻ പ്രത്യേകിച്ച് എനിക്കിവിടെ പോകണം. വേറൊന്നും എനിക്ക് പോകണം. ഈ ഒരു പ്രശ്നം കൊണ്ട് ആർക്കും ഒരു കാരണം. ഹലോ ഗൈസ്, നമ്മുടെ രേണു സുധീന്റെ തലയിലെ പേൻ ഇപ്പോൾ ഒരു ആഭ്യന്തര ചർച്ചാ വിഷയമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൗസിൽ ഇന്നൊരു മോർണിംഗ് ടാസ്കിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഹൈജീൻ ഉള്ള ഒരു വ്യക്തിനെയും ഹൈജീൻ ഇല്ലാത്തൊരു വ്യക്തിനെയും സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ അനുമോള് നേരെ വന്ന് രേണുവിന്റെ പേര് പറയാൻ. രേണുവിന്റെ പേര് പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, തലയിൽ നിറയെ പേനാണ്, പേൻ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിരിക്കും, ഇടയ്ക്ക് എടുത്തു കൊടുക്കാറുണ്ട്, കുളിക്കുന്നില്ല, തല ജീവുന്നില്ല, വൃത്തിയില്ല എന്ന് തന്നെയാണ് അനുമോള് പറയുന്നത്. അതും ടാസ്കിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ പറയുന്നത്. അത് പുള്ളിക്കാരിക്ക് വല്ലാതെ അങ്ങോട്ട് ഹേർട്ടാവുന്നു. പിന്നെ ഉണ്ടാകുന്നതെല്ലാം തന്നെ നാടകീയമായ രംഗങ്ങളാണ്. അപ്പൊ നമുക്ക് ആദ്യം അനുമോള് പറഞ്ഞ ഒരു സംഭവം കേട്ടിട്ട് വരാം. പാടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, എന്നാലും പറയാം. പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കുഞ്ഞു കുഞ്ഞു പേനൊക്കെ വന്നിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ കുളിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. എനിക്ക് തോന്നുന്നു ചേച്ചി എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ പറ്റാത്തത്. അതെ, കുളിക്കുന്നില്ല എനിക്കറിയില്ല. മുടി കഴുകുന്നില്ല, മേലെ കഴുകുന്നുണ്ടാവും, പക്ഷെ തല കഴുകുന്നില്ല. പക്ഷെ അത് തല കഴുകാത്തതുകൊണ്ടാണ് ചേച്ചിയുടെ തലയുടെ കുഞ്ഞു കുഞ്ഞു പേനുകൾ വന്ന് ഇവിടേക്ക് ഞാൻ പലപ്പോഴും എടുത്ത് ഞാൻ കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം. ഓക്കെ, ഇതാണ് മോർണിംഗ് ടാസ്കിന്റെ ഭാഗമായിട്ട് അനു പറഞ്ഞത്. അതേമാതിരി അനീഷിനെ, ആദില നൂറിനെ, ഒരുപാട് പേരെ ഹൈജീന്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു അറിഞ്ഞു കൊടുത്തൊരു ടാസ്ക് ആണെന്ന്. കാരണം ഈ ഒരു കാര്യം ഇന്ന് മോർണിംഗ് ടാസ്കിൽ അനുമോള് പറയുന്നതിന് മുമ്പ് തന്നെ രേണു തല ചൊറിയുന്നതും പേന പിടിക്കുന്നതും പേന പൊട്ടിക്കുന്നതും കുളിക്കാതെ നടക്കുന്നതും ഒക്കെ ഒരുപാട് ചർച്ചാ വിഷയം യൂട്യൂബിലായിട്ടുണ്ട്, സോഷ്യൽ മീഡിയസിലൊക്കെ ആയിട്ടുണ്ട്. അതിനാസ്പദമായ ചില വീഡിയോസ് ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്ലേ ചെയ്യാം. ഈ വീഡിയോ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഓൾറെഡി കൊടുത്തിട്ടുള്ളതായിരുന്നു. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കുറച്ച് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂർ മുമ്പേ കണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇന്നലെ നടന്ന സംഭവങ്ങളാണ്. ഇന്നലെ ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടെ രേണു തല ചൊറിയുന്നത്, പേന പൊട്ടിക്കുന്നത്, സരിക അത് ആക്ട് വരെ ചെയ്ത് കാണിച്ചായിരുന്നു, പേന പടർത്തി വിടുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഹൗസ് മേറ്റ്സ് തന്നെ ആരൊക്കെയാണ്, ആദില നൂറ ഒരു ഗ്യാങ് ആയിട്ടിരുന്ന് സംസാരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം സരിക, അക്ബർ, ശൈത്യ ഇവരെല്ലാവരും വേറൊരു ഗ്യാങ് ആയിരുന്നു സംസാരിക്കുന്നത്. ഈ വക കാര്യങ്ങൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് അനുബന്ധമായിട്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് വരുന്നത്. അതിനൊക്കെ മുമ്പേ പറഞ്ഞ ആളുകൾ നന്മവരം കളിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, നമുക്ക് പറയാം. ഈ ഒരു വിഷയത്തിൽ ഹൗസ് മേറ്റ്സ് എല്ലാം കൂടെ അനുമോക്കെതിരെ തിരിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യും. കാരണം ഈ പേൻ എന്ന് പറയുന്ന ഒരു സാധനം ഒരാളുടെ തലയിൽ നിന്ന് വേറൊരാളുടെ തലയോട്ട് പോകുന്ന ഒരു സാധനം. അത് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ലേഡീസ് ഉണ്ട്, പുരുഷന്മാരുണ്ട്, നെവിനുണ്ട്. അപ്പൊ ഈ ലോങ് ഹെയർ ഉള്ള ആൾക്കാരുടെ തലയിലോട്ടൊക്കെ അത് പകർന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അതിപ്പോൾ അനുമോള് ടാസ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുസുതി അത് വലിയൊരു വിഷയമാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ചെറിയ ഭാഗം ഒന്ന് കേൾക്കാം. ഭയങ്കര ഇതായിപ്പോയി. വേറൊന്നും അല്ലടാ, സത്യമാണ്, എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇനി ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ ക്വിറ്റായിട്ട് പോവാ. കാരണം എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് പടരും എന്നാണ് എന്റെ ഒരു എനിക്ക് ഞാനൊന്ന് എന്റെ കാര്യമല്ലടാ പറയുന്നത്, നൂറ എന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട്. അപ്പം ആദ്യമായിട്ടാണ് ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ പറഞ്ഞത് പബ്ലിക്കായിട്ട്. ഞാനോട് നീ അത് പറയത്തില്ലായിരിക്കുന്നു, എന്നോട് മാറ്റി നിർത്തിയേ പറയത്തുള്ളൂ. അത് എന്റെ കുറ്റമല്ലല്ലോ, ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്, അത് മാത്രമേ ഉള്ളൂ, പറ്റിയില്ല എന്റെ. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് പേഴ്സണലി പറയാമായിരുന്നു, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വെച്ച്, ഒരു ബിഗ് ബോസ് ഹൗസിൽ വെച്ച്, ഇത് ടെലിവിഷനിൽ ആദ്യമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു സദസ്സിൽ വെച്ച് എന്റെ തലയിൽ പെയിനാണ്, ഞാൻ കുളിക്കുന്നില്ല, എനിക്ക് വൃത്തിയില്ല, ഇങ്ങനെ പറഞ്ഞത് നാണക്കേടായി എന്ന് രേണു തന്നെ അവിടെ അവകാശപ്പെടുന്നുണ്ട്. സോ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ പ്രസ്താവനകളോ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരാൾക്ക് നാണക്കേടാണ്, അതൊരാളുടെ മനസ്സ് വേദനിക്കും എന്നുള്ളത് പുള്ളിക്കാരി ആ ഒരു സാഹചര്യത്തിൽ വന്ന് നിന്നപ്പോൾ മനസ്സിലായി. ഇതിനു മുമ്പ് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഫിറോസിനെതിരെയും അച്ഛനെതിരെയും അറുനാടനെതിരെയും താജുദ്ദീനെതിരെയും ഒക്കെ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് നിങ്ങൾ നിന്ന അതേ അവസ്ഥയിലാണ് അവർ നിന്നിട്ടുണ്ടായിരുന്നെന്ന് ലേറ്റ് ആയിട്ടാണ് ഈ സ്ത്രീ ചിന്തിക്കുന്നത്. മനസ്സിലായോ? അതായത് ഫിറോസിനോട് നേരിട്ട് പോയി പറയേണ്ട കാര്യങ്ങൾ ഓൺലൈനായിട്ട് വന്നിരുന്ന് പറഞ്ഞ് അയാളുടെ ആ ഒരു ബിസിനസിനെ പൂട്ടാൻ ശ്രമിക്കുക. ബിഷപ്പ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട വിഷയങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് കൊണ്ടുവന്ന് അയാളെ, ഞാൻ പറയുന്നില്ല കുപ്പായത്തെ ബഹുമാനിച്ചാണെന്നും പറയുന്നില്ല, സ്ഥിരതയില്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കുകയും മതിൽ കെട്ടാൻ പൈസ കൊടുത്ത മറുനാട്ടിനെതിരെ 2-3 വീഡിയോ ചെയ്യുകയും താജുദ്ദീൻ ആരാ എന്റെ തന്തയാണോ എന്ന് ചോദിച്ച് സഹായങ്ങൾ നൽകിയ ഒരാളെ മുഖത്തടിച്ചുകൊണ്ട് ആക്ഷേപിക്കുകയും ചെയ്ത് ഈ ഒരു സ്ത്രീയാണ് വന്നിരുന്ന് പറയുന്നത്. ഇതൊക്കെ എന്നോട് പേഴ്സണൽ ആയിട്ടൊന്ന് പറയാമായിരുന്നു, പബ്ലിക് അല്ലാതെ പറയാമായിരുന്നു. സോ ഇത് തന്നെയാണ് ഞങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളും കമന്റ് ഇടുന്ന ആളുകളും നിങ്ങളോട് ഇത്രയും കാലമായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യം. നിങ്ങൾക്ക് ഇത്തരത്തിലോ നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ പ്രസ്തുത കക്ഷികളുമായിട്ട് നേരിട്ടിട്ടോ ഫോൺ സംഭാഷണം വഴിയോ അല്ലാതെയോ പേഴ്സണലി ഈ വക കാര്യങ്ങൾ ഇത്തരത്തിലെ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഒരുപാട് ജനങ്ങളുടെ അടുത്തോട്ട് എത്തിക്കാതെ ഡീൽ ചെയ്യാമായിരുന്നു. പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല. ഇതിനെയാണ് പറയാ, കൊടുത്തത് കൊല്ലത്തും കിട്ടുന്നു കേട്ടിട്ടില്ലേ? ഇപ്പൊ നടന്നത് അതാണ്. പുള്ളിക്കാരി ആൾക്കാർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന പുള്ളിക്കാരിക്ക് ഒരു കർമ്മമൊക്കെ പോലെ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.
അതാണ് ഒരുപാട് പേര് പറഞ്ഞത്, ബിഗ് ബോസ് ഹൗസ് പോയി കഴിഞ്ഞാൽ രേണുവിന്റെ ഒരുപാട് സ്വഭാവങ്ങൾ, ഇരട്ടത്താപ്പ് കാര്യങ്ങളൊക്കെ റിവീൽ ആവും എന്നുള്ളത്. അതാണ് ഇപ്പോൾ റിവീൽ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അനുബാള ഭാഗത്ത് ന്യായമുണ്ട്, ടാസ്കിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ള ആളുകളെ കമ്പയർ ചെയ്ത് നോക്കുന്നത് സരികൊക്കെ ചെയ്ത മാതിരി ആക്ട് ചെയ്ത് കാണിക്കുക, മാറിയിരുന്ന് കുറ്റം പറയുക, അതായത് രേണു കേൾക്കാതെ മാറിയിരുന്ന് തലയിൽ പേനാണെന്ന് പറയുക, കളിയാക്കി ചിരിക്കുക, ആക്ഷൻസ് കാണിക്കുക, ഈ വക കാര്യങ്ങളൊന്നും തന്നെ അനുമോള് ചെയ്തിട്ടില്ല. അനുമോള് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നു, ടാസ്കിന്റെ ഭാഗമായിട്ട് കാര്യം പറയുന്നു, പോകുന്നു. ഇത് കൂടിയോണ്ട് ഇതിനകത്ത് ഇതിരിക്കുന്നോണ്ട് അത് വളരുന്നതായിരിക്കും. എനിക്ക് അറിയില്ല, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കാണുന്നില്ലായിരുന്നു. പക്ഷെ ചേച്ചി പല സ്ഥലത്ത് ഞാൻ ചേച്ചി അത് മനസ്സിലാണെങ്കിൽ അതല്ല അപ്പൊ എനിക്ക് ഇങ്ങനെ എടുത്ത് കാണുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ എന്നോട് മാറ്റി നിർത്തി പറയുന്നത് ഈ പബ്ലിക്കായിട്ട് ഈ ചരിത്രത്തെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരയുന്ന ഒരു രേണുവിനെയാണ് കണ്ടിട്ടുള്ളത്. കാരണം അവിടെ എന്തോ ചെയ്തതൊരു വലിയ മഹാപാപമാണ് എന്ന രീതിയിലാണ് പുള്ളിക്കാരി ക്യാമറ നോക്കി കരയുന്നത്. ഞാൻ ക്വിറ്റിയാണ്, ഞാനിതിന് ട്രീറ്റ്മെന്റ് എടുത്തില്ല. എന്ത് ട്രീറ്റ്മെന്റ് എന്നാണ് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഹെയർ വെച്ച് കൊടുത്ത റോമ എന്ന് പറയുന്ന സ്ത്രീ തന്നെ രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവർ 5 ദിവസം കൂടുമ്പോഴേ തല കഴുകുള്ളൂ എന്നാണ് പറഞ്ഞത്. അന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു നോ പറ്റില്ല, നിങ്ങളിത് പ്രോപ്പറായിട്ട് ഒന്നരാടനെങ്കിലും നിങ്ങളുടെ തല കഴുകി വൃത്തിയായി സൂക്ഷിക്കണം എന്ന് റോമ ചേച്ചി തന്നെ രേണുവിനോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. അതിന് രേണു കൊടുത്ത മറുപടിയാണ് ഞാൻ 5 ദിവസം കൂടുമ്പോഴാണ് കുളിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരി ബിഗ് ബോസ് പോയി പറഞ്ഞു ആഴ്ചയിൽ ഒരിക്കലേ മുടി നനയ്ക്കാൻ പാടുള്ളൂ എന്ന് റോമയെന്ന് ആൾക്കാർ പറഞ്ഞു, ഹെയർ എക്സ്റ്റൻഷൻ വെച്ചു കൊടുത്ത ആൾക്കാർ പറഞ്ഞു എന്ന്. അത് അപ്പാടെ നിഷേധിച്ചുകൊണ്ട് ഇപ്പോഴത്തെ റോമ തന്ന ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് രേണു സുധിക്ക് ഹൈജീൻ ഉള്ള ആളുകൾക്ക് പറഞ്ഞതാണ് ഈ വെപ്പുമുടി എന്നൊക്കെ പുള്ളിക്കാരി കമന്റ് വഴിയും പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് വന്നും പറഞ്ഞിട്ടുണ്ട്. തലയിൽ പേൻ നിറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഡസ്റ്റും കാര്യങ്ങളെല്ലാം കൊണ്ട് സംഭവം പറഞ്ഞാൽ പേൻ നിറഞ്ഞത് തന്നെയാണ്. അതിനിപ്പോൾ പ്രത്യേക ട്രീറ്റ്മെന്റ് എടുക്കാഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന്റെ കാര്യമൊന്നും എവിടെയും ഈ റോമ ഹെയർ കെയറിൽ പറയുന്നുമില്ല. ഇങ്ങനെ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം പേൻ നിറയാതിരിക്കാൻ വേണ്ടി പ്രത്യേക ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും റോമ എന്ന് പറയുന്ന ആ ഒരു ഹെയർ കെയറിൽ നിങ്ങൾ ആ മുടി വെച്ച സമയം തൊട്ട് ഈ സമയം വരെ ആ സ്ത്രീ എവിടെയും പറയുന്നില്ല. സോ നിങ്ങൾ ലാസ്റ്റ് ഇതിപ്പോൾ അവരുടെ കമ്പനിക്ക് തന്നെ നെഗറ്റീവ് ഉണ്ടായി കൊടുക്കുന്ന പോലെയാണ്. ഇതിങ്ങനെ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്താൽ പേൻ വരാതിരിക്കാനുള്ള എക്സ്ട്രാ അഡീഷണൽ കെയർ ചെയ്യണം. അപ്പോൾ അത് ചിലവാണല്ലോ എന്ന് വെച്ചിട്ട് ആൾക്കാർ അങ്ങോട്ട് പോവാതിരിക്കും, അത് ചെയ്യാതിരിക്കും. നിങ്ങളെ വായിന്ന് വീഴുന്ന വാക്ക് ഭയങ്കര മിസ്റ്റേക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു കരച്ചിൽ ഡ്രാമ ഇതിപ്പോൾ ഇവിടെ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കഴിഞ്ഞ സീസണിൽ ജാസ്മിനെ ആളുകൾ എടുത്തു കൊടുത്തേക്കുന്നു, കുളിക്കുന്നില്ല, നനയ്ക്കുന്നില്ല, തുമ്മിയ കേസ് കെട്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ബിഗ് ബോസ് ഹൗസാണ്. അവിടെ ചെന്ന് കഴിയുന്ന സമയത്ത് നമ്മുടെ ഡെയിലി പ്രവർത്തനങ്ങളും കാര്യങ്ങളും ചെറിയ മിസ്റ്റേക്സും ഒക്കെ അവിടെ തനിയെ റിവീൽ ആവും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ക്യാമറ ഉള്ളതൊക്കെ തനിയെ മറന്നു. അപ്പം സ്വാഭാവികമായി ചില ആൾക്കാർ ഇങ്ങനെ നഖം കടിക്കും. ശാരിക എപ്പോഴും ഒന്ന് ഇങ്ങനെ കക്ഷം ചൊറിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പരന്ന് നടന്നത് തന്നെയാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മളായിട്ട് മാറുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ എങ്ങനെ ചൊറിയും, പേനെടുക്കും, പൊട്ടിക്കും, അതൊക്കെ ചെയ്യും. അതാണ് ആ സ്ത്രീയും ചെയ്തിട്ടുള്ളത്. തലയിൽ പേൻ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിനോട് പറയാം തല നിറയെ പേനാണ്, ഇത് പകരാനുള്ള സാധ്യതയുണ്ട്, സോ എനിക്കത് കെയർ ചെയ്യാനുള്ള മരുന്നോ ട്രീറ്റ്മെന്റോ ആവശ്യമുണ്ട്, സോ എനിക്ക് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് സഹായം വേണം, ഒറ്റ വർത്താനം പറഞ്ഞാൽ മതി. അതിനിപ്പോൾ എല്ലാവരും കൂടെ ഹൗസ്മേറ്റ്സ് എല്ലാം കൂടെ അനുമോളെ ഒന്ന് ടാർഗറ്റ് ചെയ്യുന്നു. പിന്നെ അക്ബറിന്റെ ഭാഗം കുറച്ച് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. രേണു സുധീനെ ഫാൻസിനെ അനുമോൾക്കെതിരെ തിരിക്കാനുള്ള പല നാറി പരിപാടി അക്ബർഗം കാണിക്കുന്നുണ്ട് അവിടെ. അതിന്റെ ഇടയ്ക്ക് റെന എരികൂട്ടി കൊടുക്കുന്നുണ്ട്. ഇവിടെ അവർ തമ്മിലുള്ള ഒരു സംഭാഷണം ഞാനിവിടെ വെക്കാം. അല്ല വല്ലവരും പറഞ്ഞല്ലടാ നെറ്റി കൂടെ പേനിറങ്ങി വരും, അത് ഭയങ്കര പ്രശ്നം. അത് പറയണ്ടേ, എനിക്ക് അത് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളൊക്കെ എല്ലാരും മനുഷ്യരല്ലേ, അങ്ങനെ ഇത്രയും വലിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ പറയുമ്പോ എന്നോട് പറയണത് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് പറയാൻ ഒന്ന് പേഴ്സണലി പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത്. ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോ ഇച്ചിരി കവറപ്പ് ചെയ്ത് പോലൈറ്റ് ആയിട്ട് പറയാം. ഇപ്പം ജിസേല് പറഞ്ഞില്ലേ, അതേപോലെ പറയാലോ. ജിസേല് പറഞ്ഞ മുടിയുടെ കാര്യം ശ്രദ്ധിക്കണം, സുന്ദരിയായിട്ട് ഒരുങ്ങി നടക്കണം. അത് ഓക്കെയാണ്, അത് ഭയങ്കര നാച്ചുറൽ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഹ്യൂമാനിറ്റിയിൽ അവിടെ ഡിഫെയിം ചെയ്തിട്ടില്ലേ ജിസേല്, പക്ഷെ അനുമോള് ചേച്ചിയെ ഡിഫെയിം ചെയ്തിട്ടാ പറഞ്ഞത്. മുടിയൊക്കെ അവിടെ ഇറങ്ങി മുടി മാന്തി നടക്കുക, അതൊക്കെ ഒരുപാട് വ്യക്തിഹത്യ ചെയ്യുന്ന. ബിഗ് ബോസ് ഹൗസിനകത്ത് എവിടെയാണ് ഇവർക്ക് ഒരു പ്രൈവസി ഉള്ളത്? അവിടെ 72 ക്യാമറ ഉണ്ട്. ആ ക്യാമറയ്ക്കകത്ത് ഇവർ കാണിക്കുന്നതെല്ലാം 24/7 ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പിസോഡ് വൈസ് ആൾക്കാരും കാണുന്നുണ്ട്. ഇതിനു മുമ്പ് രേണു തല ചൊറിയുന്ന പേന എടുക്കുന്ന പൊട്ടിക്കുന്നൊക്കെ അനുമോള് പറയുന്നതിന് മുമ്പേ നാട്ടുകാർ കണ്ടതാ. സരികയും ടീമും കളിയാക്കുന്നത് കണ്ടതാ. നൂറി ആദിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കേട്ടതാ. എന്നിട്ട് എന്താണ് ഇവർ ഈ പ്രൈവസി എന്നോട് വ്യക്തിപരമായി പറയും. ഇവരോട് ഇപ്പോൾ വ്യക്തിപരമായിട്ട് അനുമോള് വന്നിട്ട് നിങ്ങൾ തന്നെ പേനാട്ടോ ചേച്ചി, ഇങ്ങനെ കാണുന്നുണ്ട് ചേച്ചി, കുളിക്കട്ടോ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പുറമെ ആൾക്കാർ കാണും. റിയാക്ട് ചെയ്യേണ്ട ആൾക്കാർ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും, ട്രോൾ ഇറക്കേണ്ട ആൾക്കാർ അതെടുത്ത് ട്രോളും ചെയ്യും. അപ്പോൾ അതൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് അവിടെ പറഞ്ഞതും ഇവരെ കണ്ട് വ്യക്തിപരമായിട്ട് പറയുന്നത് തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ല. അത് ക്യാമറയ്ക്ക് മുമ്പിലാണ്, അത് ജനങ്ങൾ കാണും. ഇവർ പലപ്പോഴും അത് മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതിലിപ്പം രേണു സുധീനെ താങ്ങി പിടിച്ച് അനുമോൾക്ക് ഹേറ്റ് സ്പ്രെഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അനു പറഞ്ഞത് വാസ്തവമാണ്.
ഇപ്പൊ അവിടെയുള്ള എല്ലാത്തിന്റെ തലയിലും ഇതേമാതിരി പേനിരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ രേണുസുദിനെ പഞ്ഞിക്കിടുകയുള്ളൂ. അല്ലാണ്ട് ഇപ്പം രേണുസുദിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരും സപ്പോർട്ട് ചെയ്യില്ല. അക്ബർ ഖാന്റെ വിഷയത്തിൽ വന്നതിന് ശേഷം എല്ലാവർക്കും ഒരു ചെറിയ പേടി കുടുങ്ങി. രേണുവിനെതിരെ നിന്ന് കഴിഞ്ഞാൽ ലാലേട്ടൻ പിന്നെ വന്ന് വഴക്ക് പറയുമോ, ലാലേട്ടൻ വഴക്ക് പറഞ്ഞാൽ നമ്മൾ പണിഷ്മെന്റിന്റെ ഭാഗമായി രേണുവിന്റെ കാല് പിടിക്കാൻ നടക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് രേണുവിനും അധികം മുട്ടാൻ പോകണ്ട എന്നുള്ളൊരു ചിന്ത ആളുകളുടെ ഇടയിൽ കുടുങ്ങിയതുകൊണ്ടാണ് എല്ലാവരും അനുമോൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ച് രേണുവിനെ അങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്. ഇനിയിപ്പോൾ അധികപക്ഷം ഈ വീക്കിൽ നടക്കാൻ പോകുന്ന നാടകീയമായ രംഗങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ മോഹൻലാൽ വന്നിട്ട് അനു നീ പറഞ്ഞത് ശരിയായോ, അനു നീ ചെയ്തത് മോശമായെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ അനുമോൾ ഇത് പുറത്ത് നെഗറ്റീവ് ആയിട്ടുണ്ടാവോ എന്നുള്ള പേടിയിൽ അയ്യോ ലാലേട്ട അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് മെഴുകും. അത് രേണുവിന് വീണ്ടും ഒരു പ്രിവിലേജ് ആവും. അപ്പോൾ പിന്നെ വീണ്ടും ആൾക്കാർ പറയാം എന്നാൽ പിന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രേണുവിന്റെ കാല് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. എന്തിന്റെ ആവശ്യമാണ്? തുമ്മിയെ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെ എന്ന് വെക്കണം ബിഗ് ബോസേ. അല്ലാണ്ട് ഇപ്പം ആളുകൾ തെറ്റായിട്ടൊന്നും അനു പറഞ്ഞിട്ടില്ല. അത് പകരുന്നൊരു സംഭവമാണ്. അത് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഫുഡിലും കാര്യങ്ങളിലും വീണ് കഴിഞ്ഞാൽ അതൊരു വിഷയമാണ്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ശരീരത്തൊക്കെ പെയിൻ കയറി കടിക്കും അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇത് ഹൈജീന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് രേണുവിനാണ്. അല്ലാതെ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് അനുവിനെ അവിടെ നാട്ടിച്ച് അനുവിന്റെ ആ ഒരു ഗെയിം സ്പിരിറ്റും കാര്യങ്ങളും നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറ് പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അനീഷിന്റെ ഗെയിം സ്പിരിറ്റ് തല്ലിക്കെടുത്തുന്ന രീതിയിൽ ഒച്ച കുറയ്ക്കണം, ബഹളം കുറയ്ക്കണം, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞത് ഒരു ഉപദേശമായിട്ടാണെങ്കിലും അനീഷ് എനിക്ക് തോന്നുന്നു അത് എടുത്തത് എന്താണ് ഭയങ്കര ഒരു നെഗറ്റീവായിട്ടാണ് പുറമെ ആളുകൾ തന്നെ കാണുന്നത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കണം അനീഷ് ഇപ്പോൾ ഗെയിമിൽ ഒരുപാട് പുറകോട്ടാണ്. സോ അങ്ങനെ ഒരു അവസ്ഥ അനുവിന് വരാതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.